പ്രിയദർശിനി ബസ് കാത്തു വെച്ചാണോ? അതെ. വണ്ടി കയറുന്നവർ മിക്കവരും ഫ്രീ ബസ് വരുമാനോട്ട് പോവുകയാണ്. രാവിലേക്ക് കറങ്ങാനേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഗ്യാസ് വിലയിലേ വലിയ പാടാണ്. നമസ്കാരം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകി തുടങ്ങിയതോടുകൂടി സ്വകാര്യ ബസ് ഉടമകൾ നഷ്ടത്തിലേക്ക് നീങ്ങുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം സ്വകാര്യ സർവീസുകൾ സർക്കാർ ഭാഗികമായി ഏറ്റെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശവുമായി സ്വകാര്യ ബസ് ഉടമകൾ രംഗത്ത് വന്നിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കേ കോട്ടയിലാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു സ്വകാര്യ ബസ് നിർത്തിയിട്ടിട്ടുണ്ട്. ഈ സൗജന്യ യാത്ര നടപ്പിലാക്കിയതോടുകൂടി ഈ സ്വകാര്യ ബസ് മേഖല ഏറെ പ്രതിസന്ധി നേരിടുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ചേട്ടാ, ഈ പ്രിയദർശിനി ബസ് സർവീസ് തുടങ്ങിയതോടുകൂടി നിങ്ങളുടെ കളക്ഷനെ ബാധിച്ചിട്ടുണ്ടോ? റോഡ് 2 വണ്ടി ഉണ്ട് കേട്ടോ, നമുക്ക് എന്തായാലും കുഴപ്പമില്ല. ഈ സ്വകാര്യ ബസ് ഭാഗികമായി സർക്കാർ ഏറ്റെടുക്കണം എന്നൊക്കെ ഇന്നലെ സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞിരുന്നു. ചേട്ടാ, എനിക്കിതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല, കാരണം ഞാൻ ലീവ് എടുക്കാൻ പറഞ്ഞതാണ് വണ്ടി. എന്തായാലും ഓട്ടമുണ്ടോ? അത്യാവശ്യം ആൾക്കാരുണ്ടോ? അത്യാവശ്യം ആൾക്കാരുണ്ട്, പക്ഷേ വണ്ടി കയറുന്നവർ മിക്കവരും ഫ്രീ ബസ് വരുമാനോട്ട് പോവുകയാണ്. അതായത് പതിവിൽ നിന്ന് കുറവാണ്. ഇതാണ് പ്രതികരണം. അതായത് പതിവിൽ നിന്നും ഈ കളക്ഷൻ കുറവുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയതിൽ പിന്നെ അതായത് കളക്ഷനിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും സ്വകാര്യ ബസ് ഉടമകൾ ഇത്തരത്തിൽ അവരുടെ ഈ ഒരു സ്വകാര്യ ബസ് ഭാഗികമായി സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം ഇക്കഴിഞ്ഞ ദിവസം വച്ചിരുന്നു. സ്വകാര്യ ബസ്സുകളുടെ ദിവസ കളക്ഷൻ സർക്കാരിന് നൽകാമെന്നും പ്രതിദിനം ഒരു ബസ്സിന് കിലോമീറ്ററിന് 55 രൂപ സർക്കാർ നൽകണമെന്നുമുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ബസ് സ്റ്റേഷനിൽ നിരവധി സ്ത്രീകളുണ്ട്. അവരെല്ലാവരും തന്നെ ഈ പ്രിയദർശിനി ബസ് കാത്ത് നിൽക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, എങ്ങോട്ടാണ് പോകുന്നത്? പാച്ചല്ലൂര്. പ്രിയദർശിനി ബസ് കാത്ത് നിൽക്കുകയാണോ? അല്ല, അത് വന്നാലും കയറാൻ തയ്യാറായി. നിങ്ങളെ റൂട്ടിലേക്ക് ഈ ബസ് ഉണ്ടോ? ഓ, പ്രിയദർശിനി ബസ് ഉണ്ട്. ഉണ്ടാന്ന് പറഞ്ഞില്ല. ഞാൻ ആ റൂട്ടല്ല, നാത്തൂൻ്റെ വീട്ടിൽ പോകുന്നത്. ഓക്കെ. എന്തായാലും ഭൂരിപക്ഷം ആൾക്കാരും സൗജന്യ യാത്ര പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ്. ചേച്ചി, എങ്ങോട്ടാണ് പോകുന്നത്? കോളേജിലോ? പ്രിയദർശിനി ബസ് കാത്ത് വെച്ചാണോ? അതെ. സൗജന്യ യാത്ര ചെയ്തിരുന്നോ? ഇക്കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു? ഇല്ല, സിറ്റി ഫാസ്റ്റിലാണ് കയറിയത്. ശരി. എന്തായാലും ഇന്ന് സൗജന്യ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ. ഓക്കെ. ഇതാണ് പ്രതികരണം. പലരും സൗജന്യ യാത്ര കാത്തു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ ഒരു ഓട്ടോ ചേട്ടനുണ്ട്. ചേട്ടാ, ഈ പ്രിയദർശിനി ബസ്സിലെ സൗജന്യ യാത്ര നടപ്പിലാക്കിയതിൽ പിന്നെ ഓട്ടം കുറവുണ്ടോ? അല്ലെങ്കിലും ഓട്ടം കുറവ് തന്നെ, പൊതുവെ ഓട്ടം കുറവ് തന്നെ. ഇപ്പോൾ ഉള്ളത് കൂടി കുറഞ്ഞോ? നല്ല കുറവുണ്ട്. രാവിലേക്ക് കറങ്ങാനേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഗ്യാസ് വിലയിലേ വലിയ പാടാണ്. പിന്നെ ഇങ്ങനെ വലിയ പാടില്ല പോണത് കാര്യങ്ങൾ. ഓക്കെ. ഇതാണ് ഓട്ടോ തൊഴിലാളികളുടെ പ്രതികരണം. അവരും ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വകാര്യ ബസ് ഉടമകൾ ഇത്തരത്തിൽ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് ഭാഗികമായ അവരുടെ സർവീസുകൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അതുകൂടാതെ ഒരു ബസ്സിന് പ്രതിദിനം കിട്ടുന്ന കളക്ഷൻ സർക്കാരിന് നൽകാമെന്നും ഒരു ബസ്സിന് കിലോമീറ്ററിന് 55 രൂപ സർക്കാർ നൽകണമെന്നുള്ള ആവശ്യമാണ് നിലവിലിപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. ഈ ആവശ്യം സർക്കാർ വരും ദിവസങ്ങളിൽ അത് ഏറ്റെടുക്കുമോ നടപ്പിലാക്കുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ സ്വകാര്യ ബസ് ഉടമകൾ സർക്കാരിന് മുൻപിലേക്ക് വെച്ചിരിക്കുന്ന ചില ആവശ്യങ്ങൾ നമ്മൾ വ്യക്തമാക്കുകയാണ്. അതിങ്ങനെയാണ്. അതായത് ഈ സ്വകാര്യ ബസ് സർവീസുകൾ സർക്കാർ ഭാഗികമായി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഡ്രൈവറെ സ്വകാര്യ ബസ് ഉടമ നിയമിക്കും, കണ്ടക്ടറെ സർക്കാർ നിയമിക്കണം, റോഡ് നികുതി, ഇൻഷുറൻസ്, അറ്റകുറ്റപ്പണി സ്വകാര്യ ബസ് ഉടമ വഹിക്കണമെന്നുള്ളതാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സർവീസ് നൽകാം, നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്നും
ബസ് ഉടമകളുടെ ഫെഡറേഷൻ ഭാരവാഹികൾ ഇക്കഴിഞ്ഞ ദിവസം ഇങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഞങ്ങൾ നൽകാൻ തയ്യാറാണ്, സർവീസ് നൽകാൻ തയ്യാറാണ്. നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്നുള്ള ആവശ്യമാണ് സ്വകാര്യ ബസ് ഉടമകൾ നിലവിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, നിർദ്ദേശങ്ങൾ. ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത് ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചും സ്വകാര്യ ബസ് ഉടമകളെ സംബന്ധിച്ചും തൊഴിലാളികളെ സംബന്ധിച്ചും ഏറെ പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം പല സ്ത്രീജനങ്ങളും നിലവിലിപ്പോൾ ഈ സൗജന്യ ബസ്സിനെ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.